ചരിത്രത്തിലേക്ക് നടന്നു കയറുക എന്ന് വെച്ചാൽ ഇതാണ്. അർമേനിയയുടെ ആത്മാവ് തുടിക്കുന്ന എച്മിയാഡ്സിൻ മണ്ണിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന് സെന്റ് ഗ്രിഗറി ദ ഇല്ലുമിനേറ്റർ ഗേറ്റ്. ഈ കൂറ്റൻ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പത്തിന് പിന്നിൽ ലോക ചരിത്രം തന്നെയുണ്ട്. ഒരു വശത്ത് അർമേനിയയിലെ പ്രതാപശാലിയായ രാജാവ് തിരുദാത്തസ് മൂന്നാമനും, മറുവശത്ത് അർമേനിയയെ ക്രിസ്തുമതത്തിലേക്ക് നയിച്ച സെന്റ് ഗ്രിഗറിയും. അവർ രണ്ടുപേരും ചേർന്ന് ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ കുരിശുണ്ടല്ലോ, അത് വെറുമൊരു പ്രതീകമല്ല. AD 301 ലോകത്ത് ആദ്യമായി ഒരു രാജ്യം ക്രിസ്തുമതം ഔദ്യോഗികമായി സ്വീകരിച്ചതിന്റെ വിപ്ലവകരമായ പ്രഖ്യാപനമാണത്. ആ കവാടവും കടന്ന് നാം ഇപ്പോൾ നടന്നു നീങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഒരു വലിയ ചരിത്രത്തിലേക്കാണ്. അർമേനിയൻ ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഹൃദയമിടിപ്പായ എച്മിയാഡ്സിൻ കത്തീഡ്രലിലേക്കുള്ള ശാന്തസുന്ദരമായ പാത. എച്മിയാഡ്സിൻ എന്ന വാക്കിനർത്ഥം ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഇടം എന്നാണ്. 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അതായത് AD 301 വിശുദ്ധ ഗ്രിഗറിക്ക് ഉണ്ടായ ഒരു ദിവ്യ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുണ്യകേന്ദ്രം ഇവിടെ പണികഴിപ്പിച്ചത്. യേശുക്രിസ്തു സ്വർണ്ണ ചുറ്റികയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പള്ളി പണിയേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ചുറ്റും പച്ചപ്പും നീലാകാശവും പരമ്പരാഗതമായ കൂറ്റൻ കല്ലുകളിൽ തീർത്ത കെട്ടിടങ്ങളും പ്രാർത്ഥനയോടെ നടന്നു നീങ്ങുന്ന വിശ്വാസികളും സഞ്ചാരികളും. ഈ അന്തരീക്ഷത്തിന് തന്നെ നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പ്രത്യേക കഴിവുണ്ട്. നൂറ്റാണ്ടുകളായി എത്രയോ യുദ്ധങ്ങളെയും ഭൂകമ്പങ്ങളെയും അതിജീവിച്ചാണ് ഈ ചരിത്ര വിസ്മയം ഇന്നും ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്. എച്മിയാഡ്സിൻ കത്തീഡ്രലിന്റെ പ്രധാന പ്രവേശന കവാടവും അതിനോട് ചേർന്നുള്ള കൂറ്റൻ മണിഗോപുരവുമാണ് നമ്മുടെ ക്യാമറ കണ്ണുകളിലുള്ളത്. ഈ യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പെർഫെക്റ്റ് ഫോട്ടോ സ്പോട്ട് കൂടിയാണിത്. ആകാശത്തെ നീല നിറവും വെളുത്ത മേഘങ്ങളും അതിനൊപ്പം ഈ പുരാതന കല്ലുകളുടെ തനതായ നിറവും ചേരുമ്പോൾ ഫ്രെയിമുകൾക്ക് ജീവൻ വെക്കുന്നത് പോലെ തോന്നും. അർമേനിയയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത്, ഈ പള്ളി. ഈ പള്ളിയോടുകൂടി അർമേനിയയിലെ എല്ലാ ഡെസ്റ്റിനേഷൻസും, നമ്മളെ പാക്കേജിൽ ഉണ്ടായ എല്ലാ ഡെസ്റ്റിനേഷൻസും നമ്മൾ കവർ ചെയ്തു. ഇനി നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബൈ ടു അർമേനിയ. അങ്ങനെ ഞങ്ങളെ ബെൻസ് വണ്ടി വന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിലൊന്നാണ് ന്യൂ നബിയുടെ കപ്പൽ. അത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മൗണ്ട് അരഗാറ്റ്സ് അവിടെ ഉണ്ട്. Bye from Armenia as well. Welcome to Armenia. അങ്ങനെ വീണ്ടും തിരിച്ച് ഞങ്ങൾ യാരവാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി നാട്ടിലേക്ക് പോവുകയാണ്. അവസാനമായി ഞാൻ ഒന്നുകൂടെ അർമേനിയൻ സിറ്റിയെ നോക്കിക്കണ്ട് ഗുഡ് ബൈ പറഞ്ഞ് അവിടെ പോന്നു. നിങ്ങൾ ഈ കാണുന്ന പൊറോട്ടയും ബീഫും ചിക്കനും ഒക്കെ അർമേനിയയിലെ ഫുഡല്ല കേട്ടോ. ഞങ്ങൾ അബുദാബിയിൽ എത്തിയിട്ട് ലാവിഷായി ഫുഡൊന്ന് കഴിച്ചു. ഞങ്ങൾക്ക് അവിടെ കഴിക്കാൻ പറ്റാത്ത എല്ലാ പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് തീർത്തു. അപ്പോൾ അർമേനിയ യാത്ര വിട നൽകുകയാണ്. ടാറ്റാ ബൈ.